ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ബില്ല് ഡിസോണർ ആകുന്ന കേസിലെ നോട്ടിംഗ് ചാർജ് ഉൾപ്പെടുന്ന ഒരു എക്സാമ്പിൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. SCERT ടെക്സ്റ്റിലെ പേജ് നമ്പർ 306 ഈ എക്സാമ്പിൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. Azad sold goods for ₹15,000 to Bundy and immediately drew a bill upon him on January 1st, 2017, payable after 3 months. ആസാദ് 15,000 രൂപ വരുന്ന സാധനങ്ങൾ ബണ്ടിക്ക് കടത്തിൽ വിൽക്കുന്നു. അപ്പോൾ തന്നെ ഒരു 3 മാസത്തെ കാലാവധിയുള്ള ഒരു ബില്ലും ഡ്രോ ചെയ്യുന്നു. ജനുവരി 1, 2017 സാധനങ്ങൾ വിറ്റിരിക്കുന്നതും ബില്ല് ഡ്രോ ചെയ്തിരിക്കുന്നതും. On maturity, the bill was dishonored and ₹50 were paid by the holder of the bill as noting charge. മച്യൂരിറ്റി ഡേറ്റിൽ ബില്ല് ഡിസോണർ ആയിപ്പോയി, അതായത് ബില്ലിലെ തുക അക്സെപ്റ്റർ കൊടുത്തില്ല. ബില്ല് ഹോൾഡ് ചെയ്തിരിക്കുന്ന വ്യക്തി 50 രൂപ നോട്ടിംഗ് ചാർജായിട്ട് കൊടുത്തിട്ടുമുണ്ട് നോട്ടറി പബ്ലിക്കിന്. The journal entries will be recorded in the books of Azad and Bundy as given below under the following circumstances. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ആസാദിൻ്റെയും ബണ്ടിയുടെയും ബുക്സ് ഓഫ് അക്കൗണ്ടുകളിലെ ജേർണൽ എൻട്രികളെ രേഖപ്പെടുത്താനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസ് എ, when the bill was kept by Azad till maturity. അതായത് ആസാദ് ഈ ബില്ല് മച്യൂരിറ്റി ഡേറ്റ് വരെ കീപ്പ് ചെയ്യുകയും മച്യൂരിറ്റി ഡേറ്റിൽ പണം കിട്ടാതെ വന്നപ്പോൾ ആസാദ് തന്നെ നോട്ടറി പബ്ലിക്കിനെ കൊണ്ട് നോട്ട് ചെയ്യുകയും ചെയ്യുന്ന കേസിൽ. ബി, when the bill was discounted by Azad with his bank immediately at the rate 12% per annum. ഇവിടെ ആസാദ് എന്ത് ചെയ്യുന്നു? ആ ബില്ല് പെട്ടെന്ന് തന്നെ ബാങ്ക് കൊണ്ടുപോയി കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്ത് പണം കൈപ്പറ്റുന്നു. 12% ഡിസ്കൗണ്ട് ഈടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ബില്ല് ബാങ്കിൻ്റെ കൈവശമാണ്. സി, when the bill was endorsed by Azad in favor of his creditor ചിത്ര. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ആസാദ് ഈ ബില്ല് തൻ്റെ ക്രെഡിറ്ററായ ചിത്രയ്ക്ക് എൻഡോഴ്സ് ചെയ്യുന്നു, അധികാരപ്പെടുത്തി കൈമാറുന്നു. ഇപ്പം ഈ ബില്ല് ചിത്രയുടെ കയ്യിലാണ്. ക്ലിയർ? ഇനി ഈ രണ്ടുപേര് ആസാദിൻ്റെയും ബണ്ടിയുടെയും ബുക്കിലെ ജേർണൽ എൻട്രി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആസാദിൻ്റെ ബുക്കിലെ ജേർണൽ എൻട്രി എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കേസ്, when the bill was retained till its maturity. അതായത് ആസാദ് ഈ ബില്ല് മച്യൂരിറ്റി ഡേറ്റ് വരെ തൻ്റെ കയ്യിൽ കീപ്പ് ചെയ്യുകയും മച്യൂരിറ്റി ഡേറ്റിൽ നേരിട്ട് പണം കൈപ്പറ്റാനുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആസാദിൻ്റെ ബുക്കിൽ എഴുതേണ്ടത് എൻട്രികൾ എന്ന് പറയുന്നത് 1/1/2017 ആദ്യം കടത്തിൽ സാധനങ്ങൾ വിറ്റതിൻ്റെ എൻട്രിയിൽ എഴുതേണ്ടത്. 15,000 രൂപയുടെ സാധനങ്ങളാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ എൻട്രി എന്താണ്? കടത്തിൽ സാധനങ്ങൾ വിൽക്കുമ്പോൾ സൺട്രി ഡെറ്റർ എന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ബണ്ടിയാണ് ഇവിടെ സൺട്രി ഡെറ്റർ. ബണ്ടി അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്, സെയിൽസ് ഇൻകം ആണ് ഇൻക്രീസ് ചെയ്യുന്നത്, അതുകൊണ്ട് സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി അതേ ദിവസം തന്നെ ബില്ല് ഡ്രോ ചെയ്ത് അതിൻ്റെ അക്സെപ്റ്റൻസ് റിസീവ് ചെയ്യുന്നു ജനുവരി 1 അപ്പോൾ ഒരു പുതിയ അസറ്റ് അവിടെ വരുന്നു. അതായത് കടത്തിൽ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ബണ്ടി ബിൽസ് റിസീവബിൾ ആസാദിന് തരുന്നു. അപ്പം ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ 15,000 ടു ബണ്ടീസ് അക്കൗണ്ട് 15,000 ബണ്ടീസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. കാരണം എന്താ? അതായത് ബണ്ടിയെ ഇനി സൺട്രി ഡെറ്റർ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ബണ്ടി എന്ത് ചെയ്യുന്നു? നമുക്ക് ഈ ആസാദിന് ബിൽസ് റിസീവബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന ആ സെറ്റ് തന്നത് കാരണം നമ്മൾ ബണ്ടിയുടെ സൺട്രി ഡെറ്റർ എന്ന് പറയുന്ന ആ പൊസിഷൻ നമ്മൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇവിടെ അവളെ സൺട്രി ഡെറ്റർ ആയിട്ട് നമ്മൾ എഴുതിയിരുന്നു. അപ്പോൾ അത് നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ക്യാൻസൽ ചെയ്തിരിക്കുന്നു. കാരണം അവൾ ബില്ല് തന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി സൺട്രി ഡെറ്റർ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ബണ്ടി അക്കൗണ്ടിനെ അവിടെ സൺട്രി ഡെറ്റർ ബണ്ടി അക്കൗണ്ടിനെ നമ്മൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇനി അടുത്തത് മച്യൂരിറ്റി ഡേറ്റിൽ ബില്ല് ഡിസോണർ ആയിരുന്നില്ലേ? അപ്പം മച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ബില്ലിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 മന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ജനുവരി 1 ബില്ല് ഡ്രോ ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 1, മാർച്ച് 1, ഏപ്രിൽ 1 +3 days എന്ന് പറയുമ്പോൾ ഏപ്രിൽ 4 മച്യൂരിറ്റി ഡേറ്റ്.
മച്യൂരിറ്റി ഡേറ്റിൽ ബില്ല് ഡിസോണർ ആകുന്നു. അപ്പം ബില്ല് ഡിസോണറായി. അതുപോലെ തന്നെ ഈ ഹോൾഡർ നോട്ടിംഗ് ചാർജ് കൊടുക്കുന്നുണ്ട്. അപ്പം ബില്ല് ഇപ്പം ഇരിക്കുന്നത് ആസാദിൻ്റെ കയ്യിലാണ്. അപ്പം ആസാദാണ് നോട്ടറി പബ്ലിക്കിനെ കണ്ട് ബില്ല് നോട്ട് ചെയ്യിക്കുന്നത്. അപ്പം ക്യാഷ് കൊടുക്കുന്നത് ആരാണ്? ആസാദാണ്. അപ്പം ക്യാഷ് കൊടുക്കുന്നത് ആസാദാണ് എങ്കിലും ആസാദ് അത് ആരുടെ കയ്യിൽ നിന്നത് വാങ്ങിച്ചെടുക്കും? ബണ്ടിയുടെ കയ്യിൽ നിന്നും, അതായത് ബില്ല് അക്സെപ്റ്റ് ചെയ്ത ആളുടെ കയ്യിൽ നിന്നും ആ ക്യാഷ് വാങ്ങിച്ചെടുക്കും. അപ്പം ബണ്ടിയുടെ കയ്യിൽ നിന്ന് ഇനി ബില്ലിൻ്റെ എമൗണ്ടും പ്ലസ് ഈ നോട്ടിംഗ് ചാർജും ചേർത്ത് വേണം വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ എൻട്രി എന്ന് പറയുമ്പോൾ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് ഇവിടെ ഡിസോണറായി. അപ്പോൾ ഇനി ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് ഇല്ല. ആ അസറ്റ് അവിടെ ക്ലോസ് ചെയ്യുന്നു. അപ്പം ബിൽസ് റിസീവബിൾ വന്നപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അപ്പം ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് പോകുന്നത് കൊണ്ട് ബിൽസ് റിസീവബിളിനെ ഇവിടെ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ഇവിടെ ഡെബിറ്റ് എന്ന് കൊടുക്കരുത്, ഇത് മിസ്റ്റേക്കാണ്. ഇപ്പം ബിൽസ് റിസീവബിൾ അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ആസാദിൻ്റെ കയ്യിൽ നിന്ന് ഈ നോട്ടിംഗ് ചാർജ് പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ക്യാഷ് അപ്പോൾ 50 രൂപ ആണ് നോട്ടിംഗ് ചാർജ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആസാദിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞിട്ടുണ്ട്, അത് 50 രൂപയാണ്. അത് കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ആസാദിൻ്റെ ബുക്കിൽ ഒരിക്കലും നോട്ടിംഗ് ചാർജ് അക്കൗണ്ട് എന്ന് എഴുതില്ല. കാരണം എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അതായത് ബില്ല് ഡ്രോ ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഈ നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത് എക്സ്പെൻസോ ലോസോ ഒന്നും ആയിട്ട് എഴുതാൻ പറ്റത്തില്ല. കാരണം ഈ കൊടുക്കുന്ന നോട്ടിംഗ് ചാർജ് ഈ ബില്ല് ഡ്രോ ചെയ്തിരിക്കുന്ന വ്യക്തി അക്സെപ്റ്ററുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അതുകൊണ്ട് അപ്പോൾ ക്യാഷ് പോയത് 50 എന്ന് പറഞ്ഞ് നമ്മൾ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഇനി എത്രയാണ് ബണ്ടി അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത്? ഈ ബില്ലിൻ്റെ തുകയും നോട്ടിംഗ് ചാർജും കൂടി ചേർത്ത് വീണ്ടും ബണ്ടിയെ സൺട്രി ഡെറ്ററായിട്ട് ഇവിടെ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. അതായത് ആദ്യം ബില്ല് തന്നപ്പോൾ നമ്മൾ ബണ്ടിയെ സൺട്രി ഡെറ്റർ എന്നുള്ള അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ക്രെഡിറ്റ് ചെയ്തു. ഇനി ബണ്ടി തന്നിട്ടുള്ള ബില്ല് ഡിസോണർ ആയിപ്പോയി അല്ലേ? അപ്പോൾ അതുകൊണ്ട് ബിൽസ് റിസീവബിളിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ വീണ്ടും ബണ്ടിയെ ആരാക്കി? സൺട്രി ഡെറ്റർ ആക്കി നമ്മൾ ഡെബിറ്റ് ചെയ്തു. അപ്പം ബണ്ടിയുടെ ലയബിലിറ്റി വീണ്ടും നമ്മൾ അവിടെ റീസ്റ്റോർ ചെയ്തു, അല്ലെങ്കിൽ പുനഃസ്ഥാപിച്ചു. അപ്പം അതുകൊണ്ട് ബണ്ടി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം ഡെബിറ്റ് ചെയ്യുമ്പോൾ ഇനി എത്ര രൂപ വേണം? മൊത്തം 15,000 ബില്ലും പ്ലസ് 50 15,050 രൂപ വേണം ഡെബിറ്റ് ചെയ്യാൻ ബണ്ടി അക്കൗണ്ടിൽ. മനസ്സിലായില്ലേ? അതായത് ഇവിടെ ബില്ല് അക്സെപ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള എൻട്രി അത് റിവേഴ്സ് ചെയ്തിരിക്കുന്നു. കൂടെ അതിൻ്റെ നോട്ടിംഗ് ചാർജും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇനി അടുത്ത ഒരു കേസ് എന്ന് പറയുന്നത് വെൻ ദ ബിൽ വാസ് ഡിസ്കൗണ്ടഡ് വിത്ത് ദ ബാങ്ക്. ഈ ബില്ല് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്തിരിക്കുന്നു ആസാദ്. അപ്പം ഈ ഒരു സിറ്റുവേഷനിലും ആദ്യത്തെ 2 എൻട്രിക്ക് വ്യത്യാസമില്ലല്ലോ. അതായത് കടത്തിലെ സാധനങ്ങൾ വിറ്റതിൻ്റെയും ബില്ലിൻ്റെ അക്സെപ്റ്റൻസ് റിസീവ് ചെയ്തതിൻ്റെയും അതറിയാമല്ലോ. ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആസാദിന് ക്യാഷിന് ആവശ്യം വന്നു. അതുകൊണ്ട് ആസാദ് എന്ത് ചെയ്തു? ബാങ്കിൽ കൊണ്ടുപോയി ഈ ബില്ല് കൊടുക്കുന്നു. ബില്ലിലെ തുക മുൻകൂർ കൈപ്പറ്റുന്നു. അപ്പം ബാങ്ക് ഒരു ഇവിടെ പറയുന്നുണ്ട് ഡിസ്കൗണ്ട് 12% ആണ്, 12% ഈടാക്കുന്നു. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ജനുവരി 1-ാം തീയതി തന്നെ ആസാദിനെ സംബന്ധിച്ച് ക്യാഷ് വരികയാണല്ലോ. അപ്പം ബാങ്ക് ഓർ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിന് എന്ത് ചെയ്തിരിക്കുന്നു? ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം ഇവിടെ ഡിസ്കൗണ്ട് കിഴിച്ചിട്ടാണ് എമൗണ്ട് എഴുതേണ്ടത്. ഡിസ്കൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. പിന്നെ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ. ഇവിടെ ആസാദിനെ സംബന്ധിച്ച് ഡിസ്കൗണ്ട് ബാങ്ക് ഈടാക്കി എന്ന് പറയുന്നത് അതൊരു ലോസാണ്. അതുകൊണ്ട് ഡിസ്കൗണ്ട് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. അറിയാമല്ലോ. ഇനി ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണം. ബിൽ തുക എന്ന് പറയുന്നത് 15,000 ആണ്. ഡിസ്കൗണ്ടിൻ്റെ റേറ്റ് തന്നിട്ടുണ്ട് 12% ആണ്. ബില്ല് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെയാണ് ഡിസ്കൗണ്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതായത് ജനുവരി 1-ാം തീയതി തന്നെ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു ഡിസ്കൗണ്ട് ചെയ്തു എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പം ജനുവരി ടു മച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 4 അപ്പം ബാങ്കിന് ഏപ്രിൽ 4 പൈസ ക്യാഷ് കിട്ടത്തുള്ളൂ. അപ്പോൾ 3 മന്താണ് അതിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 15,000 ഇൻറ്റു 12/100 ഇൻറ്റു 3/12. അപ്പം 480 ആയിരിക്കും ഡിസ്കൗണ്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഡിസ്കൗണ്ട് 480 ആണ് എങ്കിൽ നമ്മുടെ റോയറുടെ അക്കൗണ്ടിലേക്ക്, ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന തുക എന്ന് പറയുന്നത് 14,550 രൂപയായിരിക്കും. കാരണം ബില്ല് എമൗണ്ട് 15,000 ആണല്ലോ. ഇനി അപ്പോൾ നമ്മൾ ഇവിടെ ആസാദ് ഡിസ്കൗണ്ട് ചെയ്ത് ക്യാഷ് റിസീവ് ചെയ്തു. അപ്പം ഇനി അവിടെ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഇല്ലല്ലോ. കാരണം ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന ആ അസറ്റ് ഇപ്പം ബാങ്കിൻ്റെ കൈവശമായി.
ഈ ആസാദിന്റെ കയ്യിൽ നിന്ന് ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് പോയത് കാരണം ബിൽസ് റിസീവബിളിനെ എന്ത് ചെയ്തിരിക്കുന്നു, ക്രെഡിറ്റും ചെയ്തിരിക്കുന്നു. ഇനി അടുത്തത് ഈ ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡിസോണർ ആയി പോകുന്ന എൻട്രിയാണ് എഴുതേണ്ടത്. ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡിസോണർ ആയി പോകുമ്പോൾ ഈ ബില്ല് തന്ന ആളാരാണ്, വണ്ടിയല്ലേ. അപ്പം വണ്ടിയുടെ ലയബിലിറ്റി വീണ്ടും നമ്മൾ പ്ലേസ് ചെയ്യാണ്. അപ്പം വണ്ടി കടത്തിൽ സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ സൺട്രി ഡെറ്റർ ആയിട്ട് നമ്മൾ 15,000 കാണിച്ചിരിക്കുന്നു. പക്ഷേ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് വണ്ടി തന്നപ്പം നമ്മൾ വണ്ടിയുടെ സൺട്രി ഡെറ്റർ എന്ന് പറയുന്ന ആ പൊസിഷൻ നമ്മൾ ക്യാൻസൽ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ വണ്ടി തന്നിട്ടുള്ള ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന ആ അസറ്റ് ഡിസോണർ ആയിപ്പോയി, കാരണം അവൾ ക്യാഷ് തന്നില്ല. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, വണ്ടിയെ സൺട്രി ഡെറ്റർ ആയിട്ട് റീസ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ റീസ്റ്റോർ ചെയ്യുമ്പോൾ നോട്ടിംഗ് ചാർജും കൂടി ഉൾപ്പെടെ ഇനി വാങ്ങിക്കും അല്ലേ. കാരണം ഇവിടെ ആസാദാണ് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്തത്. ബാങ്കാണത് നോട്ടറി പബ്ലിക്കിൻ്റെ അടുത്ത് ചെന്ന് എന്ത് ചെയ്തിരിക്കുന്നത്, നോട്ട് ചെയ്യിച്ചിരിക്കുന്നത്. അപ്പം ബാങ്ക് ക്യാഷ് നോട്ടറി പബ്ലിക്കിന് കൊടുത്തു. അതുകൊണ്ട് ബാങ്ക് അത് ആരുടെ കയ്യിൽ നിന്ന് ഈടാക്കും, ആസാദിൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കും. ആസാദ് അത് ആരുടെ കയ്യിൽ നിന്ന് ഈടാക്കും, വണ്ടിയുടെ കയ്യിൽ നിന്ന് ഈടാക്കും. അങ്ങനെയല്ലേ നോട്ടിംഗ് പ്രോസസ്സ് പോകുന്നത്. അപ്പോൾ ഇവിടെ വണ്ടിയുടെ കയ്യിൽ നിന്നാണ് ഈ നോട്ടിംഗ് ചാർജ് ആസാദ് വാങ്ങിക്കുന്നത്. അപ്പം വണ്ടി അക്കൗണ്ടിൽ ഇനി എത്ര രൂപ ഡെബിറ്റ് ചെയ്യണം, നോട്ടിംഗ് ചാർജ് 50 രൂപയാണ്. അപ്പം 15,050 രൂപ ഡെബിറ്റ് ചെയ്യണം. ക്ലിയർ? അപ്പം ഇനി നമ്മുടെ ഇവിടെ ബാങ്ക് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് നമ്മൾ ക്യാഷ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇത്രയും തുകയല്ലേ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. ഡിസോണർ ആകുമ്പോൾ അത്രയും തുക നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും, പോകും അല്ലേ. അതായത് ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് അവിടെ ഡിക്രീസ് ചെയ്യും. എത്ര രൂപ ഡിക്രീസ് ചെയ്യും, 15,050. നോട്ടിംഗ് ചാർജ് ഉൾപ്പെടെ ഡിക്രീസ് ചെയ്യും. അപ്പം നോട്ടിംഗ് ചാർജ് ബാങ്ക് ആസാദിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ബാങ്ക് വാങ്ങിക്കുന്നത് ആസാദിൻ്റെ കയ്യിൽ നിന്ന്, ആസാദ് അത് വണ്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കും. അതുകൊണ്ട് മനസ്സിലായില്ലേ. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് വെൻ ദ ബിൽ വാസ് എൻഡോസ്ഡ് ടു ചിത്ര. ആസാദ് തൻ്റെ കയ്യിലുള്ള ബില്ല് തൻ്റെ ക്രെഡിറ്ററായ ചിത്രയ്ക്ക് എൻഡോഴ്സ് ചെയ്യുന്നു. ചിത്രയെ അധികാരപ്പെടുത്തി കൈമാറുന്നു. അപ്പോൾ ഇപ്പോൾ ബില്ല് ആരുടെ കൈവശമാണ്, ചിത്രയുടെ കൈവശമാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആസാദിൻ്റെ ബുക്കിൽ എഴുതേണ്ടുന്ന എൻട്രികളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 2 എൻട്രി എന്ന് പറയുന്നത് വ്യത്യാസമില്ല. ആസാദിൻ്റെ ബുക്കിൽ കടത്തിൽ സാധനങ്ങൾ വിറ്റതിൻ്റെയും ബില്ലിൻ്റെ അക്സെപ്റ്റൻസ് റിസീവ് ചെയ്തിരിക്കുന്നതിൻ്റെയും അറിയാമല്ലോ. ഇനി എന്ത് ചെയ്യുന്നു, ജനുവരി 1-ാം തീയതി അന്ന് തന്നെ ആ ബില്ല് ചിത്രയ്ക്ക് എൻഡോഴ്സ് ചെയ്യുന്നു. അപ്പോൾ എൻഡോഴ്സ് ചെയ്യുന്നതിൻ്റെ ആ എൻട്രി വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ എൻഡോഴ്സ് ചെയ്യുമ്പോൾ ഇവിടെ ചിത്രയ്ക്കാണ് ആസാദ് പൈസ കൊടുക്കാനുണ്ടായിരുന്നത്. അതായത് ചിത്ര ആസാദിനെ സംബന്ധിച്ച് ആരാണ്, സൺട്രി ക്രെഡിറ്റർ ആണ്. അതായത് ലയബിലിറ്റി ആയിരുന്നല്ലോ കൊടുക്കാൻ, അവൾ ചിത്രയ്ക്ക് ക്യാഷ് കൊടുക്കാനുണ്ടായിരുന്നു ആസാദ്. അപ്പോൾ ചിത്രയ്ക്ക് ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് അങ്ങ് കൈമാറുന്നു. അതായത് ആസാദിൻ്റെ കയ്യിൽ നിന്ന് ബിൽസ് റിസീവബിൾ പോകുന്നു. അതായത് അസറ്റ് ബിൽസ് റിസീവബിൾ, അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഒരു ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. കാരണം ചിത്രയ്ക്കാണ് ഈ ബില്ല് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ചിത്രയുടെ അത്രയും ലയബിലിറ്റി, ഇനി ചിത്ര സൺട്രി ക്രെഡിറ്റ് എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ബില്ല് ചിത്രയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അപ്പം ചിത്ര അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. കാരണം സൺട്രി ക്രെഡിറ്റ് എന്ന് പറയുന്ന ലയബിലിറ്റി അവിടെ ഡിക്രീസ് ചെയ്യുന്നു. ഏത് അസറ്റ് അവിടെ ഡിക്രീസ് ചെയ്യുന്നു, ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റും അവിടെ ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ബിൽസ് റിസീവബിളിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, ചിത്രയെ ഡെബിറ്റും ചെയ്തിരിക്കുന്നു. അപ്പം ബില്ല് ചിത്രയ്ക്ക് എൻഡോഴ്സ് ചെയ്തതിൻ്റെ എൻട്രി ആയി. ഇനി മച്യൂരിറ്റി ഡേറ്റിൽ ഈ എൻഡോഴ്സ് ചെയ്ത ബില്ല് ഡിസോണർ ആയി പോകുന്നു. അപ്പോൾ അതിൻ്റെ നോട്ടിംഗ് ചാർജ് ഈ ഉൾപ്പെടെ ചിത്രയാണ് കൊടുക്കുന്നത്. കാരണം ഇപ്പം ബില്ല് കൈവശം ഇരിക്കുന്ന ചിത്രയുടെ കയ്യിലാണ്. അപ്പോൾ ആരാണ് നോട്ടറി പബ്ലിക്കിനെ സമീപിക്കുന്നത്, ചിത്രയാണ് നോട്ടറി പബ്ലിക്കിനെ സമീപിക്കുന്നതും നോട്ടിംഗ് ചാർജ് കൊടുത്തുകൊണ്ട് ആ ബില്ല് നോട്ട് ചെയ്യിക്കുന്നത് ചിത്രയാണ്. അപ്പോൾ ചിത്രയാണ് നോട്ടിംഗ് ചാർജ് കൊടുക്കുന്നത്. പക്ഷേ ചിത്രയത് നോട്ടിംഗ് ചാർജ് കൊടുക്കുമ്പോൾ ചിത്രയത് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കും, ബില്ല് ചിത്രയ്ക്ക് കൊടുത്തിരിക്കുന്ന ആരാണ്, ആസാദ് അല്ലേ. അപ്പം ആസാദിൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചെടുക്കും. ആസാദ് അത് വണ്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കും. അങ്ങനെയാണല്ലോ ഈ ഒരു സിറ്റുവേഷനിലെ നോട്ടിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്.
അപ്പം നോക്കിക്കേ, ഇവിടെ ചിത്രയ്ക്ക് കൊടുത്ത ഹാൻഡ് ഓവർ ചെയ്ത ബില്ല് ഡിസോണറായിപ്പോയി. അപ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും ആസാദിൻ്റെ ബുക്കിൽ ചിത്ര സൺട്രി ക്രെഡിറ്റർ ആവും അല്ലേ? ആസാദിനെ സംബന്ധിച്ച് ചിത്രയോടുള്ള ബാധ്യത അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ചിത്ര എന്ന് പറയുന്ന സൺട്രി ക്രെഡിറ്റർ അവിടെ വീണ്ടും വരുന്നു. ഇപ്പം എന്തേ, ആസാദ് ചിത്രയ്ക്ക് നോട്ടിംഗ് ചാർജ് ഉൾപ്പെടെ 15,050 രൂപ കൊടുക്കണം. ക്ലിയർ? ഇനി അതോടൊപ്പം തന്നെ ആസാദിൻ്റെ ബുക്കിൽ സൺട്രി ഡെറ്ററായിട്ട് ആര് വരികയും ചെയ്യും? ബണ്ടി വരികയും ചെയ്യും അല്ലേ? വീണ്ടും ബണ്ടിയുടെ ലയബിലിറ്റി അവിടെ റീസ്റ്റോർ ചെയ്യുന്നു. കാര്യം ബണ്ടി കടത്തിൽ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയപ്പോൾ നമ്മൾ ബണ്ടി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിരുന്നു സൺട്രി ഡെറ്റർ ആയതുകൊണ്ട്. ബില്ല് തന്നപ്പോൾ നമ്മൾ ബണ്ടി അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. കാരണം ബില്ല് തന്നതുകൊണ്ട് ഇനി സൺട്രി ഡെറ്റർ എന്ന് വിളിക്കണ്ടല്ലോ, അതുകൊണ്ട്. പക്ഷെ ആ ബില്ല് ക്യാൻസൽ ആയിപ്പോയി. അതുകൊണ്ട് വീണ്ടും നമ്മൾ ബണ്ടിയെ എന്ത് ചെയ്യുന്നു? സൺട്രി ഡെറ്ററായിട്ട് റീസ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ എത്ര രൂപയാണ് ബണ്ടിയുടെ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്? നോട്ടിംഗ് ചാർജ് ഉൾപ്പെടെ 15,050 രൂപ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ക്ലിയർ? ഇപ്പം ഈ എൻട്രിയുടെ ലോജിക്ക് മനസ്സിലായില്ലേ? ഇപ്പം ആസാദിനെ സംബന്ധിച്ച് ചിത്ര എന്ന ടീം വീണ്ടും സൺട്രി ക്രെഡിറ്ററായി 15,050 രൂപ ആസാദ് ചിത്രക്കിനി കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം ബണ്ടി എന്ന് പറയുന്ന ആള് ആസാദിൻ്റെ സൺട്രി ഡെറ്ററായി. ഇനി ബണ്ടിയുടെ കയ്യിൽ നിന്നും 15,050 രൂപ ആസാദിന് കിട്ടാനുണ്ട്. അതുകൊണ്ട് ബണ്ടി അക്കൗണ്ടിനെ 15,050 രൂപയ്ക്ക് ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ചിത്ര അക്കൗണ്ടിനെ 15,050 രൂപയ്ക്ക് ക്രെഡിറ്റും ചെയ്തിരിക്കുന്നു. ക്ലിയർ? അടുത്തത് അക്സെപ്റ്ററുടെ ബുക്കിലെ എൻട്രിയാണ് എഴുതേണ്ടത്. അതായത് ബണ്ടിയുടെ ബുക്കിലെ എൻട്രി. ഈ 3 കേസിലും ബണ്ടിയുടെ ബുക്കിൽ വരുന്ന എൻട്രി എന്ന് പറയുന്നത് ഒന്ന് തന്നെയായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, അക്സെപ്റ്ററെ സംബന്ധിച്ച് ഈ നോട്ടിംഗ് ചാർജ് കൊടുത്തു എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് നോട്ടിംഗ് ചാർജ് അക്കൗണ്ട് എന്നും പറഞ്ഞ് നമ്മൾ ആ എക്സ്പെൻസ് അക്സെപ്റ്ററുടെ ബുക്കിൽ കാണിച്ചിരിക്കണം. നോക്കിക്കേ, ജനുവരി 1, 2017 ബില്ല് അക്സെപ്റ്റ് ചെയ്ത ആളുടെ ബുക്കിൽ കടത്തിൽ സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ എൻട്രി. അപ്പം എങ്ങനെയാണ്? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 15,000 ടു ആസാദ് അക്കൗണ്ട് 15,000. അതേ ദിവസം തന്നെ ബില്ലിൻ്റെ അക്സെപ്റ്റൻസ് കൊടുത്തതിൻ്റെ എൻട്രി. അക്സെപ്റ്റൻസ് കൊടുക്കുമ്പോൾ ആസാദ് അക്കൗണ്ട് അല്ലേ? അപ്പം ഈ ബണ്ടിയെ സംബന്ധിച്ച് ആസാദ് എന്ന് പറയുന്നത് സൺട്രി ക്രെഡിറ്റർ ആണല്ലോ. അപ്പം ബില്ല് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഇനി അയാളുടെ സൺട്രി ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റിയോടെ ഡിക്രീസ് ചെയ്യുന്നു 15,000 രൂപ. ടു ബിൽസ് പേയബിൾ. അപ്പം ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ഒരു പുതിയ ലയബിലിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യുന്നു ബണ്ടിയെ സംബന്ധിച്ച്. ഇനി മച്യൂരിറ്റി ഡേറ്റിൽ ബില്ലിലെ തുക കൊടുക്കുന്നില്ല, ബില്ല് ഡിസോണർ ആകുന്നു. അപ്പോൾ നമ്മളിവിടെ ബിൽസ് പേയബിൾ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഇനി ആ ബിൽസ് പേയബിൾ ഇല്ല, അത് ഡിസോണറായി. അപ്പോൾ ഈ ബിൽസ് പേയബിളിനെ ഡെബിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. പിന്നെ പുതിയൊരു ബണ്ടിയെ സംബന്ധിച്ച് പുതിയൊരു എക്സ്ട്രാ എക്സ്പെൻസ് കൂടെ വന്നിരിക്കുന്നു. കാരണം നോട്ടിംഗ് ചാർജും കൂടി ഇനി കൊടുക്കണം. ബില്ലിലെ തുകയും നോട്ടിംഗ് ചാർജും കൂടി ഇനി കൊടുക്കണം. അപ്പോൾ നോട്ടിംഗ് ചാർജ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 50 രൂപ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു ടു ആസാദ് അക്കൗണ്ട്. അപ്പം മൊത്തം ഇനി ആസാദിന് കൊടുക്കേണ്ടുന്ന തുക, അതായത് സൺട്രി ക്രെഡിറ്ററായ ആസാദിന് ഇനി കൊടുക്കേണ്ടത്, അതായത് സൺട്രി ക്രെഡിറ്ററാണ്, ലയബിലിറ്റിയാണ്, ഇത്രയും തുക ഇനി ബണ്ടിയുടെ ബാധ്യതയാണ്, കൊടുത്തു തീർക്കാനുള്ള ബാധ്യതയാണ്. അപ്പം രണ്ടും കൂടി ചേർത്ത് 15,050 രൂപ ആസാദ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം ബില്ലിൻ്റെ തുകയായ 15,000 പ്ലസ് ഈ നോട്ടിംഗ് ചാർജ് രണ്ടും കൂടി ചേർത്ത് ഇനി ബണ്ടി ആസാദിന് കൊടുക്കേണ്ടുന്ന തുകയാണ് 15,000 എന്ന് പറയുന്നത്. ക്ലിയർ? ഇങ്ങനെയാണ് ബില്ല് ഡിസോണർ ആവുന്ന കേസിൽ. ഇപ്പം ഈ 3 സർക്കംസ്റ്റൻസിൽ നോട്ടിംഗ് ചാർജ് ഉൾപ്പെടുന്ന ഒരു കേസിൽ എങ്ങനെ എൻട്രി എഴുതണമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.